IPL മോശം പ്രകടനത്തിന്റെ പേരിൽ സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻ സ്ഥാനം തെറിക്കുന്നൊരവസ്ഥയാണുള്ളത്. സഞ്ജു സാംസന്റെ പേര് ഇവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക്. സഞ്ജുവിന്റെ പേരിനൊപ്പം തന്നെയുള്ള തിലക് വർമ്മയുണ്ട്, ശ്രേയസ് അയ്യരുണ്ട്. ഇതിൽ കൂടുതൽ സാധ്യത ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ സഞ്ജുവിന്റെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ സഞ്ജുവിന്റെ ഒരു പേര് ഉയർന്നു കേൾക്കാൻ കാരണം വെച്ചാൽ സഞ്ജുവിന്റെ ഒരു ക്യാപ്റ്റൻസി മികവ് തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ രാജസ്ഥാനെ 5 വർഷത്തോളം നയിക്കുകയും രാജസ്ഥാനെ ഫൈനലിലേക്ക് എത്തിക്കുകയും ചെയ്ത ക്യാപ്റ്റനാണ്. പക്ഷേ ശ്രേയസ് അയ്യറിനും കൊൽക്കത്തയ്ക്ക് കപ്പ് നേടിക്കൊടുത്ത ക്യാപ്റ്റനാണ്. പക്ഷേ ശ്രേയസ് അയ്യറിനും അതുപോലെ ചില പോരായ്മകളുണ്ട്. തിലക് വർമ്മയാണ് മറ്റൊരു താരം. പക്ഷേ തിലക് വർമ്മനെ പൂർണ്ണമായിട്ടും സെലക്ടർമാരോ ആരും വിശ്വാസത്തിലെടുക്കുന്നില്ല. ഇവിടെ ആർക്കാണ് സാധ്യത? സഞ്ജുവിന് തന്നെ സാധ്യത ഉണ്ടോ? സഞ്ജുവിനെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സഞ്ജുവിന്റെ പേര് ചർച്ചകളിൽ പ്രധാനമായിട്ട് ഉയർന്നു വരാൻ കാരണം അദ്ദേഹത്തിന്റെ ഇപ്പോൾ നിലവിലെ പ്രകടനം തന്നെയാണ്. ലോകകപ്പിൽ ഇന്ത്യയെ കിരീടത്തിലേക്ക് എത്തിച്ചത് സഞ്ജു സാംസണാണെന്നുള്ള യാതൊരു സംശയമില്ല. അവസാന നോക്കൌട്ട് മത്സരങ്ങളിലൊക്കെ സഞ്ജുവിന്റെ മികവായിരുന്നു എടുത്തു പറയേണ്ടത്. പിന്നെ ജിമ്മി പറഞ്ഞതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസിന്റെ നായകനായിട്ട് കേരളത്തിന്റെ നായകനായിട്ടും ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാറുണ്ട്. ആ നായക മികവ് നമ്മൾ കണ്ടതാണ്. പിന്നെ ക്യാപ്റ്റൻ കൂളായിട്ട് ഇപ്പം ചെന്നൈയിൽ ധോണിക്ക് ഒരു പകരക്കാരനായിട്ട് എത്തിയിട്ടുണ്ട്. ക്യാപ്റ്റൻസി കിട്ടിയിട്ടില്ലെങ്കിലും അവിടെ ഒരു ക്യാപ്റ്റൻ കൂൾ എന്നൊരു സൂപ്പർ ക്യാപ്റ്റനായിട്ട് സഞ്ജു മാറുന്നത് നമ്മൾ കാണുന്നതാണ്. സഞ്ജുവിനെ കൂടെ കളിക്കുന്ന താരങ്ങളെല്ലാം ആ താരത്തിന്റെ ക്യാപ്റ്റൻസി മികവിനെയും അല്ലെങ്കിൽ താരങ്ങളെ കൂടെ കളിക്കുന്ന താരങ്ങളെ കേൾക്കുന്നതിനൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്, കംഫർട്ട് ആക്കുന്ന രീതി കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ക്യാപ്റ്റൻ മെറ്റീരിയലായിട്ട് സഞ്ജു മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പ്രകടനങ്ങളെല്ലാം കൂടി വരുമ്പോഴേക്ക് സഞ്ജുവിന് ആ ഒരു പേര്, ഒരു ക്യാപ്റ്റൻസിയിലേക്കുള്ള പേര് ഉയർന്നു വരുന്നു. നമ്മൾ അതിനു മുമ്പേ പറയേണ്ട സൂര്യകുമാർ യാദവിന്റെ കാര്യമാണ്. വേൾഡ് കപ്പ് വിന്നിംഗ് ക്യാപ്റ്റനാണ്. പക്ഷേ വേൾഡ് കപ്പിന് മുന്നേ തന്നെ അദ്ദേഹത്തിന്റെ ഫോമിൽ പല വലിയ വിമർശനങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞൊരു ഏതാനും വർഷമായിട്ട് ലോകകപ്പിനിടയിൽ അദ്ദേഹം ചില ഈ ഘട്ടത്തിൽ തന്നെ ഒറ്റപ്പെട്ട ചില പ്രകടനങ്ങളൊക്കെ അദ്ദേഹം നടത്തുന്നുണ്ട്. എങ്കിലും സൂര്യകുമാർ യാദവ് എന്ന പഴയ സ്കൈയുടെ നിഴൽ മാത്രമാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ റോള് കഴിഞ്ഞു എന്നുള്ള ഏതൊക്കെ ഉറപ്പാണ്. ഈ IPL അത് പൂർത്തിയാവുകയും ചെയ്തു. ഇനി ഒരു തിരിച്ചറിവുണ്ടാവില്ല. അപ്പോഴാണ് ഈ പറഞ്ഞ സഞ്ജു, തിലക്, ശ്രേയസ് എന്ന് പറഞ്ഞത്. ഇനി എനിക്ക് തോന്നുന്നത് സഞ്ജുവിനേക്കാൾ എൻ്റെ ഒരു ഇതിൽ കൂടുതൽ ചാൻസ് വരുന്നത് ശ്രേയസിനാണ്. പക്ഷെ ഇപ്പൊ നിലവിൽ ടീമില്ലാത്ത വ്യക്തിയാണെന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിന്റെ തിരിച്ചടി. ഇവിടെ ആര് ക്യാപ്റ്റൻ ആകണം, ആര് ക്യാപ്റ്റൻ ആകണ്ട എന്ന് തീരുമാനിക്കുന്നത് ഇപ്പോൾ സമീപകാലത്തായിട്ട് IPL ആണ് തീരുമാനിക്കുന്നത്. സൂര്യനെ ഇപ്പോൾ 2020 ക്യാപ്റ്റൻ ആക്കിയത് പോലും 2025-24 സീസണുകളിൽ IPL അദ്ദേഹത്തിന് മികച്ച പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ ലിജൻ ഇപ്പം പറയുന്നു, ശ്രേയസിന്റെ കാര്യം പറയുന്നുണ്ട്. ശ്രേയസ് ഈ IPL 498 റൺസ് സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷെ ശ്രേയസിനോട് ഗംഭീറിന് വലിയ താല്പര്യമില്ല എന്നൊരു പരാമർശം കൂടെ നടക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ KKR കപ്പെടുക്കുമ്പോൾ അന്നത്തെ പരിശീലകൻ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ പോയത് ഗംഭീർക്കാണ്. അന്ന് കപ്പെടുക്കുമ്പോൾ ശ്രേയസ് ക്യാപ്റ്റൻ ആയിരുന്നെങ്കിൽ പോലും ശ്രേയസിന് അതിന്റെ പരിഗണന കിട്ടിയില്ല. അദ്ദേഹം അത് പിൽക്കാലത്ത് തുടർന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഇവര് തമ്മിലൊരു ഈഗോ ക്ലാഷ് ഉണ്ട്. പക്ഷെ അപ്പോഴിവിടെ ഒരു പ്രധാന തീരുമാനം എടുക്കേണ്ട മുഖ്യ സെലക്ടറായിട്ടുള്ള അജിത് അഗാർക്കറും അതുപോലെ തന്നെ നമ്മുടെ പരിശീലകനായിട്ടുള്ള ഗംഭീറുമാണ്. പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലിജിൻ പറഞ്ഞ പോലെ സഞ്ജുവിന്റെ കാര്യമാണ്. സഞ്ജുവിന്റെ കാര്യത്തിലോട്ട് പറയുമ്പോഴത്തേക്ക് സ്ഥിരതയില്ലായ്മയാണ് സഞ്ജുവിനെ ചൂണ്ടിക്കാട്ടുന്ന കാര്യം. പക്ഷെ അവിടെ സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗംഭീറാണ്. ഗംഭീർ ഇപ്പോഴും നിലവിൽ നമ്മൾ റിപ്പോർട്ടുകൾ പ്രകാരം സഞ്ജുവിനെ നേരത്തെ തന്നെ അയാൾ കോച്ച് ആവുന്നതിന് മുമ്പ് തന്നെ സഞ്ജുവിനെ എന്തുകൊണ്ട് ടീമിൽ ഉൾപ്പെടുത്തില്ല പറഞ്ഞിട്ട് സഞ്ജുവിന് വേണ്ടിയിട്ട് നിരന്തരം ശബ്ദമുയർത്തിയ താരമായിരുന്നു ഗംഭീർ. പിന്നെ കോച്ചായ ശേഷം തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ തുടർച്ചയായ അവസരം നൽകി. അതിനിടയ്ക്ക് ഗില്ലിനെ കൊണ്ടുവന്ന് മൊത്തം സമനില തെറ്റിച്ച് പറഞ്ഞു, പിന്നെ ടീമിന്റെ സമനില എല്ലാം തെറ്റിച്ച് കൊണ്ടുപോയെങ്കിലും ഗംഭീറിന് സഞ്ജുവിന് അവസരങ്ങൾ നൽകാൻ വേണ്ടി ഗംഭീർ എന്നും മുമ്പിലുണ്ടായിരുന്നു. അതുകൊണ്ട് എടുത്തു പറയേണ്ടതാണ്. ഇപ്പോഴും ക്യാപ്റ്റൻസിയിലേക്ക് സഞ്ജുവിനെ ഉയർത്തിക്കാട്ടുന്നതും ഗംഭീറാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഗില്ലി തവണ 732 റൺസാണ് IPL എടുത്തിരിക്കുന്നത്. സഞ്ജു ആയിക്കോട്ടെ 477 റൺസ് എടുത്തിട്ടുണ്ട്. അവസാന റൗണ്ടിലേക്ക് നമുക്ക് നോക്കുമ്പോൾ ചെന്നൈ എത്തിയിട്ടില്ല. പക്ഷെ ഫൈനൽ കളിച്ച ടീമാണ് ഗുജറാത്ത്. അപ്പൊ ഗുജറാത്തിന്റെ നായകൻ എന്ന നിലയിൽ അദ്ദേഹം മികച്ച പെർഫോമൻസ് പുറത്തെടുക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പൊ ലിജിൻ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗില്ലിനെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനോട് ഇനിയും ഒരു സെലക്ടറിനൊക്കെ താല്പര്യമില്ല, പരിശീലകന് താല്പര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ അത് ഇവര് ചൂടുവെള്ളത്തിൽ വീണതാണ്. അത് കാരണം അതിലൊരു വലിയ പ്രശ്നമാണ്. T20 ചേർന്ന ശൈലിയാണ് നമുക്ക് ഇപ്പോഴും പറയാൻ വേണ്ടി പറ്റില്ല. ഈ പറഞ്ഞ പോലെ തന്നെ 700 റൺസ് നേടിയിട്ടുണ്ടെങ്കിലും T20 നമുക്ക് സഞ്ജു ഗില്ലിനെ ഉൾപ്പെടുത്തേണ്ടത് ഓപ്പണിങ്ങിലേക്കാണ് കൊണ്ടുവരേണ്ടത്. ഓപ്പണിങ്ങിലാണ് കൂട്ടടി നടക്കുവാണ്. ഇപ്പം പറഞ്ഞാൽ നമ്മുടെ അഭിഷേകും സഞ്ജുവും സെറ്റ് കോംബോയാണ്. അതോടൊപ്പം ജയ്സ്വാൾ പുറത്ത് വെക്കുന്നുണ്ട്. വൈഭവ് സൂര്യവംശിന്റെ ഒരു ഫയർ വരാൻ വേണ്ടി കിടക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഗില്ലിനെ ഉൾപ്പെടുത്തുന്ന പറയുന്നത് കുറച്ചും കൂടി പിന്നെ ടീമിന്റെ വീണ്ടും ഈ പറഞ്ഞ പോലെ ഓപ്പണിംഗ് ജോഡികളിലൊക്കെ മാറ്റം വരുത്തേണ്ട അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അതിന് സാധ്യത കുറവായിട്ട് കാണുന്നത്. അതാണ് ഗില്ലിന്റെ ടീം. പിന്നെ T20 ഫോർമാറ്റ് പറ്റിയ താരമല്ല നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ. ഒരു ഫയർ ഒരു തുടക്കം നമ്മൾ ഗുജറാത്തിന്റെ കളിയാണെന്ന് നമുക്ക് അറിയാൻ വേണ്ടി വരും. റണ്ണും വരുന്നുണ്ട്. സായി സുദർശനും രണ്ടുപേർക്ക് റണ്ണ് വരുന്നുണ്ട്. 700 സ്കോർ ചെയ്യുന്നു. പക്ഷേ നമുക്കങ്ങനെ തോന്നുന്നില്ല. പിന്നെ പറഞ്ഞ ശ്രേയസ് അയ്യറിന്റെ ജിബിൻ നേരത്തെ പറഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഗംഭീറിനെ തള്ളിക്കളയാൻ വരുന്ന താരമല്ല. ഗംഭീറിന്റെ ഗംഭീർ നമുക്കറിയാം. ഒരു അദ്ദേഹത്തിന്റെ ഈഗോയും അഗ്രഷനൊക്കെ നമ്മൾ കുറെ കണ്ടാണ്. പക്ഷെ ഒരു മികച്ച താരത്തെ സപ്പോർട്ട് ചെയ്യാൻ ഗംഭീർ എന്തായാലും തയ്യാറാവും. ആ ഒരു ഇതുണ്ട്.
അഗാക്കറിനും ശ്രേയസിനെ കൂടുതൽ കാര്യമുണ്ട്. പക്ഷെ അവിടെ പ്രശ്നം വരുന്നത് ശ്രേയസ് ഇപ്പോൾ നമ്മൾ T20 സ്ക്വാഡിലുള്ള താരമല്ല, അയാൾ പുറത്താണ്. അദ്ദേഹത്തെ കൊണ്ടുവന്ന് നേരെ നായകനാക്കുക എന്നുള്ള പ്രശ്നമുണ്ട്. ഈ പറഞ്ഞ മറ്റ് 2 ഫോർമാറ്റുകളൊക്കെ കളിക്കാൻ ഏതൊരു ഫോർമാറ്റിൽ നന്നായി കളിക്കുന്ന താരമാണ്, എല്ലാം ശരിയാണ്, ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്, അതിൽ കൊണ്ടുവരുന്ന തെറ്റൊന്നുമില്ല. പക്ഷേ ഈ ഒരു മാത്രമേ ഉള്ളൂ. പിന്നെ വരുന്നത് നമ്മളെ തിലക് വർമ്മയുടെ പേര്. തിലക് ഒരു ഇന്ത്യ ടീമിന്റെ നിലവിൽ നായകനാണ്. അദ്ദേഹം ഒരു പ്രോമിസിംഗ് പ്ലെയർ ആണെന്നൊക്കെ പറയുമ്പോഴും ഇപ്പോഴത്തെ ഈ IPL ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ സ്ഥിരം വലിയ പ്രശ്നമായിട്ടുണ്ട്. ഭാവിയിലേക്ക് നായകൻ ക്യാപ്റ്റൻ മെറ്റീരിയലായി വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പറ്റുമായിരിക്കും. പക്ഷേ നിലവിലൊരു സാധ്യത സൂര്യകുമാറി പോകുന്നൊരു വിടവിലേക്ക് വീണ്ടും തിലകിനെ കൊണ്ടുവരണതുണ്ടോ ഉള്ള സംശയയുടെ ബാക്കിയുണ്ട്. സഞ്ജുവിനും ശ്രേയസിനും തന്നെയാണ് എനിക്ക് ചാൻസ് പോകുന്നത്. പിന്നെ പറഞ്ഞാൽ അഗാക്കറിന് കൂടുതൽ താല്പര്യം ഗില്ലിന് ഉണ്ടെങ്കിൽ അത് പറയാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഗില്ലും വന്നാലും അത്ഭുതപ്പെടാനില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എന്തായാലും തിലക് വർമ്മ കുറച്ച് കാത്തിരിക്കേണ്ടി വരും. ഈ തിലകിന് ഇവിടെ സാധ്യത കൽപ്പിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രായമാണ്. പ്രായം വെച്ചാൽ അദ്ദേഹത്തിന് മറ്റ് താരങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ പ്രായം കുറവാണ്. നമ്മളിവിടെ പ്രായത്തിന്റെ പ്രശ്നം തന്നെയാണ് സൂര്യയ്ക്ക് ഉള്ളത്. സൂര്യയുടെ പ്രായം കൂടുന്നു, അദ്ദേഹത്തിന് നിലവിലത്തെ പ്രായം മാത്രമല്ല സ്ഥിരതയും ഫോമിലായ്മയുണ്ട്. ഇനി ഇന്ത്യക്ക് കളിക്കാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അയർലൻഡിനും ഇംഗ്ലണ്ടിനും എതിരുമായിട്ടുള്ള 2020 കളിക്കാനുള്ളത്. അതിനുശേഷമാണ് ലോകകപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിനു മുമ്പ് ഒളിമ്പിക്സ് ടീം വരുന്നുണ്ട്. ഒളിമ്പിക്സ് മത്സരത്തിലും പുതിയ ക്യാപ്റ്റന്റെ കീഴിൽ കളിക്കണം. അങ്ങനെയൊക്കെ സാഹചര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം മുന്നോട്ട് നോക്കുമ്പോൾ തിലക് വർമ്മ നല്ലൊരു ഓപ്ഷനാണ്. അദ്ദേഹത്തിന്റെ പ്രായം ഒരു ഘടകമാണ്. പക്ഷെ അവിടെ ഈ തിലകിന്റെ കാര്യം നമ്മളിപ്പം പറഞ്ഞ പോലെ അദ്ദേഹം സ്ഥിരതയില്ലായ്മയാണ്. അത് മധ്യനിര ബാറ്റ്സ്മാനാണ്, പക്ഷെ പലപ്പോഴും സ്ഥിരതയില്ലാത്തൊരു പ്രകടനം ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ പറയുമ്പോൾ തന്നെ ഒരു സ്ഥിരതയുടെ കാര്യം പറയുമ്പോൾ സഞ്ജുവിന്റെ സ്ഥിരതയുടെ കാര്യം പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ പറയുമ്പോൾ ബെറ്റർ ആരാണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഇപ്പൊ ലിജിൻ പറഞ്ഞ പോലെ ശ്രേയസാണ് ബെറ്റർ. പക്ഷെ അവിടെ ഈ ശ്രേയസും ഇവരും തമ്മിലുള്ള പ്രശ്നം അഗാക്കറിനോട് വലിയ താല്പര്യമില്ല, താല്പര്യമില്ലായ്മ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ഒരു പ്രശ്നങ്ങളാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ഒരു ആരെ ക്യാപ്റ്റൻ ആകണമെന്ന് നോക്കുമ്പോൾ ഈ IPL ആണ് കണക്കില്ലെങ്കിൽ നമ്മൾ വലിയ റൺസ് നേടിയിട്ടുള്ള താരം എന്ന് വെച്ചാൽ ഗില്ലിനാണ് സാധ്യത പറയുന്നത്. പക്ഷേ പെർഫോമൻസ് അല്ലെ ടീമിനെ നയിക്കുന്നതിലും ഗില്ല് മോശമൊന്നുമല്ല, ശ്രേയസും മോശമല്ല. പക്ഷെ ഇതിനെല്ലാം കൂടെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു താരം എന്ന് വെച്ചാൽ സഞ്ജുവാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റൻ കൂളിനെ പോലെ ധോണിയെ പോലെ പലപ്പോഴും പലരും കമ്പയർ ചെയ്യുന്നത് ധോണിയെ പോലെ കൂളായിട്ട് കൈകാര്യം ചെയ്യുന്നു പറയുന്നത് സാധാരണക്കെല്ലാം വലിയൊരു പ്രചോദനമാണ്. അങ്ങനെ ഒരു സാഹചര്യം. കാരണം ഇന്ത്യൻ ടീമിലെ ഡ്രസ്സിംഗ് റൂമിലെ ഒരു നല്ലൊരു അന്തരീക്ഷം വരെ സൃഷ്ടിക്കാൻ സഞ്ജുവിന് സാധിക്കും എന്ന് പറയുന്നത്. പക്ഷെ ഗില്ലിനെ കൊണ്ടാണ് ശ്രേയസിനെ കൊണ്ടും അതും സാധിക്കുന്നു പറ്റില്ല എന്ന് വാദിക്കുന്നവരുണ്ട്. നമ്മൾ സഞ്ജുവിനെ പറയുന്നത് തന്നെ ഒരു പ്രൂവ്ഡ് ക്യാപ്റ്റനാണ് ശ്രേയസ്. കൊൽക്കത്തയ്ക്ക് ചാമ്പ്യനാക്കിയ ശേഷം അതിന് മുന്നേ ഡൽഹിനെ പിന്നെ IPL കൊൽക്കത്തയെ ചാമ്പ്യൻ ആക്കിയപ്പോൾ തന്നെയാണ് ഇവർ തമ്മിൽ പ്രശ്നം തുടങ്ങുന്നത്. അതെ ഈ പറഞ്ഞ വർഷമായിരുന്നല്ലോ അദ്ദേഹത്തിന് റിലീസ് ചെയ്യുന്നവരായിട്ടുള്ള ടീമിൽ നിന്ന് ആ പ്രശ്നമുണ്ട്. പക്ഷേ ഗംഭീർ ഇപ്പൊ ഈ സീസണിലേക്ക് വരുമ്പോൾ പഞ്ചാബിന് അദ്ദേഹം ഈ ആദ്യത്തെ 7 മത്സരങ്ങൾ തുടർച്ചയായി ജയിച്ച് നമ്മൾ കരുതി വീണ്ടും ഒരു ഫൈനലിലേക്ക് എത്തുന്നു കരുതിയാണ്. പക്ഷേ രണ്ടാമത് തുടരാൻ വേണ്ടി പറ്റും. 2ാം ഹാഫിൽ അത് പറ്റിയില്ല എന്നേ ഉള്ളൂ. എങ്കിൽ കൂടി ക്യാപ്റ്റൻസിയിൽ അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞ താരമാണ്. ഒരുപക്ഷെ സഞ്ജുവിനേക്കാൾ ഒരുപാട് മുന്നിലാണെന്ന് പറഞ്ഞാൽ തെറ്റൊന്നുണ്ടാവില്ല. ക്യാപ്റ്റൻസിയിൽ ആഭ്യന്തര ക്രിക്കറ്റ് ഉൾപ്പെടെ ശ്രേയസ് തെളിയിച്ചിട്ടുണ്ട്. ശ്രേയസിന് പിന്തുണ കൂടാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ സഞ്ജുവിന് പുറത്തുനിന്നും സെലക്ടർമാരിൽ നിന്നുള്ള പിന്തുണ കുറയും. പിന്തുണ കിട്ടാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീറിന്റെ ഭാഗത്ത് നിന്ന് മാത്രമാണ്. പക്ഷെ തിലക് വർമ്മനെ ഭാവിയിൽ ഇന്ത്യൻ ടീമിന് ഇനി നീണ്ടകാലം ഇന്ത്യൻ ടീമിന് കിടക്കുകയാണ്, അല്ലെങ്കിൽ കളിക്കാനുള്ള വലിയ മത്സരങ്ങൾ കിടക്കുകയാണ്, ലോകകപ്പ് കിടക്കുകയാണ്, അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എനിക്ക് നോക്കി പരിഗണിക്കുകയാണെങ്കിൽ തിലക് വർമ്മനെ ഇവരൊരു ഓപ്ഷനായിട്ട് കാണേണ്ടി വരും. അത് മാത്രമാണ് തിലക് വർമ്മയ്ക്ക് ഒരു അനുകൂലമായ ഘടകം. പക്ഷേ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ഥിരതയില്ലാത്ത അല്ലെങ്കിൽ ഒരു അധികം പ്രഷർ താങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് കളിക്കുന്ന ഒരു താരമായിട്ട് ഇപ്പോൾ തിലക് നമ്മൾ കാണുന്നത്. ഒരു സ്ഥിരതയില്ലാത്ത പ്രഷർ താങ്ങുന്നതല്ല, സ്ഥിരതയില്ലാത്ത അങ്ങനെ ഒരു ഘട്ടത്തിൽ സ്ഥിരമേയില്ല ഒരു ഫോം പിന്നെ വീടെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ക്യാപ്റ്റൻസിയുടെ അധിക ഭാരം കൂടി അടിച്ചേൽപ്പിച്ചാൽ അത് അദ്ദേഹത്തിന്റെ കരിയറിനെ ബാധിക്കുമോ എന്നൊരു പ്രശ്നങ്ങൾ ബാക്കിയുണ്ട്. ലോകകപ്പ് വരാൻ 2 വർഷം കൂടി ഉണ്ട്. ഒരു ടീമിനെ സെറ്റ് ചെയ്തെടുക്കാൻ ടൈമൊക്കെ ഉണ്ട്. ഇപ്പൊ തിലകിന് കൊടുത്ത തിലകിന് അടുത്ത ലോകകപ്പ് ആകുമ്പോഴേക്കും ടീമിനെ സ്ക്വാഡിനെ എടുക്കാനും ക്യാപ്റ്റൻസിയിൽ എക്സ്പീരിയൻസും കിട്ടും, അത് ശരിയാണ്. പക്ഷെ എങ്കിൽ കൂടി നിലവിലെ അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ അധികം ഒരു ഭാരമേൽപ്പിക്കലാകുമോ എന്ന സംശയയുടെ ബാക്കിയാണ്. നിലവിൽ 3 മെറ്റീരിയലുടെ ബാക്കിയുണ്ട്. ഈ പറഞ്ഞ ഗില്ലും ശ്രേയസും ടീമിന് പുറത്താണ്, സഞ്ജു ടീമിനകത്ത് തന്നെയാണ്. ടീമിൽ തന്നെ ഒരാളെ തിരഞ്ഞെടുക്കാനാണെങ്കിൽ തിലകിന് പകരം സഞ്ജുവിനെ എടുക്കാം. ഈ ക്യാപ്റ്റൻ സ്ഥാനം പോകുമ്പോൾ ആ കൂട്ടത്തിൽ സൂര്യ ടീമിൽ നിന്ന് പുറത്താകും. ആ സ്ഥാനത്തേക്ക് നമുക്ക് ശ്രേയസിന് എന്തുന്നാലും കളിക്കാൻ പറ്റുന്ന താരമാണല്ലോ. ശ്രേയസിന് യാതൊരു പ്രശ്നമില്ല. തിലകിന്റെ ആയാലും കുഴപ്പമില്ല, തിലക് സ്ക്വാഡ് തന്നെ ഇല്ലാണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ ഗില്ല് വരികയാണെങ്കിൽ വീണ്ടും ഈ ടീമിന്റെ ഓപ്പണിംഗ് ജോഡി ടോപ്പ് 3 വലിയ മാറ്റം അടിച്ചുപൊഴി വേണ്ടി വരും. അത് വീണ്ടും പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി പുതിയ നായകൻ ആരാകുമെന്നുള്ള കാര്യത്തിൽ ഇനി വളരെ താമസമില്ലാതെ അറിയാൻ പറ്റും. സഞ്ജു നായക സ്ഥാനത്തേക്ക് എത്തുമോ, അതോ ഗില്ലിനെ തിരിച്ചു വിളിക്കുമോ, അതോ ഇനി ടീമിന്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രേയസ് തന്നെ ആകുമോ, ഇനി ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ തിലക് തന്നെ ക്യാപ്റ്റൻ ആകുമോ എന്നുള്ള കാര്യത്തിലേക്കാണ് ഇനി ആകാംക്ഷയുള്ളത്. പക്ഷേ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ചെന്നൈ ടീമിനെ ആരാധിക്കുന്നവർ ഉൾപ്പെടെയുള്ളവർ സഞ്ജുവിന് വേണ്ടി വാദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആരെ സെലക്ടറും പരിശീലകനും തീരുമാനിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. തീർച്ചയായും.